നമസ്കാരം, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ. അതായത് എന്തുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ പലർക്കും ഇപ്പോഴും അസാധ്യമായിട്ട് മാറുന്നത്. ഇപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ ആയിക്കോട്ടെ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പല കോഴ്സുകളിലായിക്കോട്ടെ, എല്ലാ ക്ലാസ്സിലും ഉള്ളൊരു കാര്യമാണ് ടെക്നിക്സ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ടെക്നിക്സ്. എന്താണ് ഈ ടെക്നിക്സിൻ്റെ അടിസ്ഥാനം? വളരെ സിമ്പിൾ. തലച്ചോറിൽ ന്യൂറൽ പാത്വേ ജനറേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ്, വേറൊന്നുമില്ല. തലച്ചോറിൽ ന്യൂറൽ പാത്വേ ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ രീതിയിലുള്ള ടെക്നിക്കുകളും ചെയ്യിക്കുന്നത്. അതിന് പറഞ്ഞു തരുന്ന ആൾക്കാർക്ക് അതിൻ്റെ സെൻസ് അറിയാവോ, അതോ സീക്രട്ട് എന്ന് പറയുന്ന ബുക്ക് വായിച്ചിട്ട് ട്രെയിനേഴ്സ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിൽ. അപ്പം അന്നും ഇന്നും എല്ലാവരും പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, വാട്ടർ ടെക്നിക്ക് ആയിക്കോട്ടെ, ഇക്കയുടെ ടെക്നിക്സ് എല്ലാം കുറേ ദിവസം ചെയ്യുന്നു, അല്ലെങ്കിൽ ചെറിയ 10-21 ദിവസം ചെയ്യുന്നു. ഇതെല്ലാം ചെയ്തിട്ടും എന്തുകൊണ്ട് മാറ്റം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്നിക്സിന് തലച്ചോറിൽ ന്യൂറോണെ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ. അതും മിനിമം 21 ദിവസം വേണം ഒരു ബഞ്ച് ഓഫ് ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യാൻ. പ്രശ്നം ഇതിൽ നിങ്ങളുടെ ഏജ് ഒരു ഘടകമാണ്, പ്രായം. കാരണം പ്രായം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 40 വയസ്സുള്ള വ്യക്തിയാണ് നിങ്ങളെന്നിരിക്കട്ടെ, ഈ 40 വയസ്സ് വരെയും തലച്ചോറ് ന്യൂറോൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, പല ആസ്പെക്ട്സിൽ ന്യൂറോൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പിരിച്വലി സംസാരിച്ചാൽ സഞ്ചിത ജനിതക ആർജിത കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂറോൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് സൈക്കോളജിക്കലി. അപ്പോൾ ഈ ന്യൂറോൺസ് എന്താ പറയുന്നത്, ഇപ്പോൾ 40 വർഷത്തെ ന്യൂറോൺസ്, അല്ലെങ്കിൽ 30 വർഷത്തെ ന്യൂറോൺസ്, 35 വർഷത്തെ ന്യൂറോൺസ്, 50 വർഷത്തെ ന്യൂറോൺസ്, ഇതെല്ലാം ഭദ്രമായി നിങ്ങളുടെ ലൈഫിനെ സൃഷ്ടിച്ചതിന് ശേഷം നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളൊരു 21 ദിവസം നിങ്ങൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ ന്യൂറോണിനെ നമുക്ക് മറികടക്കാൻ പറ്റുമോ? കഴിയില്ല. ഈ ഒരു സിമ്പിൾ ബേസിക് കോമൺ സെൻസിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ ബേസിക് കാര്യത്തിലേക്ക് നിങ്ങൾ എത്തണം, അറിയണം, മനസ്സിലാക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഇത്രയും നാളും ജീവിച്ചേക്കുന്നത്, നിങ്ങളുടെ ഇത്രയും നാളത്തെ ഓരോ ചിന്തയ്ക്കും വർഷങ്ങൾക്കനുസരിച്ച് അതിലേതാണോ ഡോമിനേറ്റ് ചെയ്ത് ചിന്തിക്കുന്നത്, ഈ ചിന്തകൾക്ക് ശക്തിയില്ലേ? ഉണ്ട്. ആ ശക്തിയാണ് നിങ്ങളുടെ ഇന്നത്തെ റിയാലിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എല്ലാവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ റിയാലിറ്റി നിലനിർത്തിക്കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ നല്ല കാലത്തിന് ഇങ്ങനെയുള്ള പുതിയ പുതിയ ന്യൂസുകൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ നോളജുകൾ വരുന്നത്. ഇങ്ങനെയുള്ള പുതിയ നോളജ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കുന്നത്, ഓക്കെ, എളുപ്പത്തിലൊരു കാര്യം എങ്ങനെ ചെയ്യാം, വളരെ സിമ്പിളായിട്ട്, ഓക്കെ, പെട്ടെന്ന് ഇത് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ധാരണയുടെ പുറത്തായിരിക്കും നിങ്ങൾ ഓരോ ടെക്നിക്കുകളും ചെയ്യുന്നത്. ഈ ടെക്നിക്ക് ചെയ്യുമ്പോഴും മെൻ്റലി നിങ്ങൾ വീക്കാണ് എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ടെക്നിക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾ മെൻ്റലി വീക്കായിരിക്കുന്ന സമയത്ത് എത്ര പേര് ടെക്നിക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്? ചെയ്യുന്നില്ല. നിങ്ങൾ വളരെ പരമാർത്ഥം ടെക്നിക്സ് ഒന്നും തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഈ പറയുന്ന സംഗതി ഈ ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യിക്കുക എന്നുള്ളത് മാത്രമാണ് ടെക്നിക്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോഴും മറ്റൊരു കാര്യം അവിടെ മിസ്സിംഗ് ഫാക്ടർ ഉണ്ട്. നിങ്ങളുടെ ഊർജം. 7 ആധാരചക്രങ്ങൾ. ഈ 7 ആധാരചക്രങ്ങളും ഓരോന്നിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഈ എനർജിയിൽ യാതൊരു ചേഞ്ചും വരുത്താനുള്ള ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിലോ? പലരും പലതരത്തിലുള്ള സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യാറുണ്ട്. ഈ സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ പലരും മനസ്സിലാക്കുന്നത്, അമ്പലത്തിൽ പോകുന്നു, വഴിപാട് കഴിക്കുന്നു, അല്ലെങ്കിൽ ഭജന ഇരിക്കുന്നു, നിങ്ങൾ നാമം ജപിക്കുന്നു, മന്ത്രം ചൊല്ലുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ മറന്നു പോകുന്ന, ശ്രദ്ധിക്കാത്തൊരു ഘടകം, ഇതൊക്കെ ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ സ്വഭാവത്തിന് എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ്. മെജോറിറ്റി ആൾക്കാരുടെയും ക്യാരക്ടറിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. കാരണം നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സഞ്ചിത ജനിതക ആർജിത കർമ്മത്തിലൂടെ ക്രിയേറ്റ് അയക്കുന്നതാണ്.
ഓരോ വാസനകൾ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ വാസനാ ഗുണമാണ് പലരും പറയും എനിക്ക് മാറാൻ പറ്റത്തില്ല, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല എന്ന ആ മെൻറ്റാലിറ്റി തന്നെയാണ് ഇന്നത്തെ നിങ്ങളുടെ റിയാലിറ്റിയെ കൊണ്ടെത്തിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ന്യൂറോൺ പോലും നിങ്ങളുടെ നിലവിലുള്ള എനർജിയിൽ നിന്നിട്ടുള്ളതാണ്. ദാറ്റ് മീൻസ് ഞാൻ പറയാറില്ലേ, നമുക്ക് സോൾ ഗോൾസും ഉണ്ട്, ഈഗോ ഗോൾസും ഉണ്ട്. നിങ്ങൾ നിലവിൽ നിൽക്കുന്ന എനർജി നിന്നിട്ടാണ് നിങ്ങൾ എന്ത് ഗോൾ എനിക്ക് വേണമെന്ന് നിങ്ങൾ റൈറ്റ് ചെയ്യുന്ന പോലും ആ ഈഗോയുടെ പുറത്ത് നിന്ന് റൈറ്റ് ചെയ്യുന്ന ഗോൾസാണ്. അതുകൊണ്ട് തന്നെയാണ് സോൾ എന്ത് ചെയ്യാത്തത്, ആ ഗോൾസിലേക്ക് എത്തിക്കാൻ കണ്ടമാനം ടൈം കളയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതെന്താ, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നുണ്ട്, ട്രെയിനർമാരും ട്യൂട്ടർമാരും പറയുന്നില്ല, ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എൻ്റെ കാര്യം നടക്കുന്നില്ല. കാരണം ഇപ്പുറത്ത് സോൾ പവർ ഹൈ ആകുന്നില്ല. സോൾ പവർ ഹെയർ ആവണമെന്നുണ്ടെങ്കിൽ എന്താ വേണം? അവരുടെ ഓറ ക്ലെൻസ്ഡ് ആവണ്ടേ? ഓറയ്ക്ക് ബലം വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എനർജി ചക്രങ്ങളിൽ എനർജി ഉണ്ടാവണം, ജനറേറ്റ് ചെയ്യണം. അപ്പോൾ പലരും പറയുന്ന അടുത്ത പ്രശ്നമാണ്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്താൽ പോരെയെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ സ്വഭാവത്തിന് എന്ത് മാറ്റുന്നു? ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും അവനവൻ്റെ ക്യാരക്ടറിനും അവനവൻ എടുക്കുന്ന തീരുമാനത്തിനും ഒന്നും ഒരു രീതിയിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ഇവിടെ എല്ലായിടത്തും പ്രാധാന്യം നിങ്ങളുടെ സൈക്കോളജിയിൽ വ്യതിയാനം സംഭവിക്കണം. നിങ്ങളുടെ സൈക്കോളജിയിൽ വ്യതിയാനം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ സൈക്കോളജിക്കലി എന്ത് പ്രോസസ്സാണ് നിങ്ങൾ ഓരോരുത്തരും എന്താണ്? നമ്മളെല്ലാവരും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നു, പക്ഷെ നമ്മുടെ അകത്ത് കിടക്കുന്ന പ്രോസസ്സ് ഒരുപോലെയാണോ? അല്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജീവിതമാണ് സംഭവിക്കുന്നത് നമ്മുടെ കർമ്മത്തിനനുസരിച്ച്. അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുമ്പോൾ മാത്രമേ ചക്ര, ഇപ്പം നിങ്ങൾ എൻ്റെ റീസെൻറ്റ് വീഡിയോസ് കാണുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഓരോ ചക്രയും എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതുപോലെ നിലനിർത്തിയിട്ടാണ് നിങ്ങൾ എന്ത് എടുക്കുന്നത്. ഇമോഷണലി നിങ്ങൾ പല തീരുമാനങ്ങളും കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ഡിസിഷൻസ് തന്നെ എടുത്തിട്ടാണ് നിങ്ങൾ ടെക്നിക്സിൻ്റെ പേരിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ സക്സസ്സിലേക്ക് മെജോറിറ്റി ആൾക്കാർക്കും പോകാൻ കഴിയാത്തത്. എന്നാൽ വളരെ മൈനോറിറ്റി ഈ പറയുന്ന ഇമോഷൻ, അവരുടെ ക്യാരക്ടർ സ്വഭാവത്തിൽ വ്യത്യാസം വന്നു, അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് വന്നു. ആ പേഴ്സണാലിറ്റി ചേഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ എനർജിയിൽ വേരിയേഷൻ വന്നത്. ആ എനർജി വേരിയേഷൻ്റെ ഭാഗമായിട്ട് തലച്ചോറിനകത്ത് ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യിക്കുന്ന പ്രോസസ്സ്, പ്രാക്ടീസ്, കൺസിസ്റ്റൻസിയും കൂടെ വന്ന സമയത്താണ് ഇത് രണ്ടും കൂടെ കൂട്ടിയിടിക്കുന്ന ഒരു സമയമുണ്ട്. ആ കൂട്ടിയിടിക്കുന്ന മൊമെൻറ്റിലാണ് ഇത് മാനിഫെസ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ യാതൊരു രീതിയിലുള്ള ചലനങ്ങളോ വ്യത്യാസങ്ങളോ സംഭവിക്കാതെ നിങ്ങൾ കുറേ ടെക്നിക്സ് മാത്രം ചെയ്യുമ്പോൾ അവസാനം, പക്ഷേ ഒരാളെ നിങ്ങളെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്താണ്? വളരെ സിമ്പിളായിട്ട് കുറേ ടെക്നിക്സ് നിങ്ങളുടെ ജീവിതം മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വലിയ ബുദ്ധിമാനും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ അവിടെ പ്രശ്നം, ഈ ടെക്നിക്സ് മാത്രം ഫോളോ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ യാതൊരു ചേഞ്ചും വരുന്നില്ല. അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾ പഴയത്, അയാൾ കാണുന്ന കാഴ്ചപ്പാട് പഴയത്, അയാൾ എടുക്കുന്ന രീതികളെല്ലാം പഴയതാണ്. അയാളുടെ സൈക്കോളജിയിൽ യാതൊരു ചേഞ്ചും ഇല്ല. സോ അയാളുടെ എനർജിയിലും യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റ് ആകുമ്പോഴും വ്യത്യാസം വരുന്നില്ല, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ സെൻസിലും പോകുമ്പോഴും വ്യത്യാസം വരുന്നില്ല. പക്ഷെ അവിടെ സൈക്കോളജി എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടർ. അപ്പോൾ പലരും പറയാറുണ്ട്, നമുക്ക് ജന്മന ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ അനുസരിച്ചുള്ളതല്ലേ പറ്റത്തുള്ളൂ, മാറ്റാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഈ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സ് എല്ലാം മാറ്റാൻ പറ്റാത്തതാണ്, എല്ലാം പഴയത് തന്നെ ആണെങ്കിൽ എല്ലാം അതിനനുസരിച്ച് വരത്തുള്ളെങ്കിൽ നമ്മളെന്തിനാ പിന്നെ പുതിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും പ്രയാസപ്പെടുന്നത് എന്തിനാ? അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈക്കോളജിയിൽ നിങ്ങൾക്ക് ഏത് പ്രായമാണെങ്കിലും മാറ്റാൻ സാധിക്കും. ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുക. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാകാത്തതിൻ്റെ കാരണം ഇതാണ്. നിങ്ങൾ എത്ര സമയം ചെലവഴിച്ചു എന്നുള്ളതിലല്ല, നിങ്ങൾ തലച്ചോറിൽ ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യാൻ നിങ്ങൾ കൃത്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എനർജി വേരിയേഷൻ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിരീശ്വരവാദികളുണ്ട്, വിശ്വാസികളുണ്ട്. നിരീശ്വരവാദികളും മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലേ? അതെന്താ, അവർക്കൊരു നിയമം നമുക്കൊരു നിയമമാണ്? അല്ല, അവരവരുടെ ചക്ര അവർ യൂസ് ചെയ്യുന്നത് ഇമോഷണലി അല്ല. മെജോറിറ്റി ആൾക്കാരും ഇൻ്റലക്ച്വലി ആണ്. അപ്പോൾ ഇനി എത്തിസ്റ്റിൽ തന്നെ ഇമോഷണലി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണത്തില്ല. അവർ പറയും, ഞാൻ ദൈവത്തെ വിശ്വസിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്ന ഒരു ബാലിശമായിട്ടുള്ള കാര്യത്തിൽ മാത്രം അവർ നിൽക്കും.
സ്റ്റിൽ അവരുടെ സെൻസ് മനസ്സിലാക്കാതെ അവർ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ വെറും ടെക്നിക്സിൽ ഒതുങ്ങി പോകുന്നവരാണോ? ആണെങ്കിൽ ഞാൻ പറഞ്ഞ ഏരിയ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എനർജിയിൽ ഷിഫ്റ്റ് വരാതെ, മനഃശാസ്ത്രപരമായിട്ട് നിങ്ങളുടെ ക്യാരക്ടറിൽ ചേഞ്ച് വരാതെ മാറ്റം സംഭവിക്കുമോ? നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് താങ്ക് യു.